ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഭയങ്കര രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മൾ എന്നും മധുരമുള്ള കേക്കല്ല ഉണ്ടാക്കില്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടിപൊളി ചിക്കൻ കേക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് എത്രയുള്ള വെച്ചാൽ അത്രയും എടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇത്രയും മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അധികം മസാല പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കണ്ടില്ല, മസാലയൊക്കെ കുറച്ച് മസാല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. വെറും കുരുമുളകും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്ത് പൊരിച്ചെടുത്താലും മതി. കുറഞ്ഞൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം മുരിയൊന്നും വേണ്ട. ഇനി ഇത് വേകുമ്പോൾ വെന്ത് കിട്ടും. പക്ഷേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് പാകത്തൊരു വേവിൽ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കർ തന്നെയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യിൻ്റെ രുചി ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാവോളം ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സവാള എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതും പാടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട 4 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട എത്ര എണ്ണം എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സവാള എടുക്കാം കേട്ടോ. ഒരു മുട്ടക്ക് ഒരു സവാള ആ രീതിയിൽ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരി നല്ലവണ്ണം വേണ്ടവരാണെങ്കിൽ ഇതിലേറെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും മല്ലിയിലയും പാടെ കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലവണ്ണം വഴണ്ടി വരുമൊന്നും വേണ്ട. കുറഞ്ഞ ഈ ഒരു രീതിക്ക് മതിയാവും കേട്ടോ. നല്ലവണ്ണം വഴണ്ടി വരണ്ട. നമുക്കിത് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പരത്തി വെച്ചിട്ട് ചൂടൊക്കെ ഒന്ന് പോവട്ടെ. ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. വേണമെങ്കിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതിലിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സ്പൂണ് മൈദമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സ് ആക്കുമ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മൈദമാവൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ നല്ലവണ്ണം ചൂട് പോയതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇതിലൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് വെള്ളം വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ മിക്സ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സവാളൊക്കെ വഴറ്റിയിരുന്ന അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. ഇനി കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പച്ച ലോ ആക്കുക കേട്ടോ തീ. എന്നിട്ട് നമുക്ക് ഒരു 9 മിനിറ്റ്, കൃത്യം 9 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കൃത്യം 9 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ചിക്കൻ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കുക്കറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. കറക്റ്റ് വേവാണ്. 9 മിനിറ്റ് ഇത് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് 9 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ഓഫാക്കി എടുക്കണം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അടിപൊളി ചിക്കൻ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.